ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ ഭീഷ്മ സാഹ്നി രചിച്ച ചീഫ് കി ദാവത്ത് എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ്. ചീഫ് കി ദാവത്ത്, ഭീഷ്മ സാഹ്നി. ചീഫ് കി ദാവത്ത് എന്ന് വെച്ചാൽ ചീഫിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള വിരുന്ന്. मिस्टर श्यामनाद के घर में कुछ मेहमान आने वाले हैं. उन्होंने अपने दफ्तर के चीफ, उनकी पत्नी और दफ्तर के कुछ और अफसर और उनकी पत्नियों को भी न्योता दिया है. അപ്പോൾ മിസ്റ്റർ ശ്യാംനാഥിൻ്റെ വീട്ടിൽ ഇന്നൊരു വിരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ചീഫിനും അതുപോലെ തന്നെ ആ ചീഫിൻ്റെ വൈഫ്, പിന്നെ വേറെ കുറച്ച് ഓഫീസേഴ്സ്, അവരുടെ വൈഫ്സ്, ഇവർക്ക് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ആണ് ഇന്ന് വരുന്നത്. കുൽ മിലാക്കർ 8-10 ജൻ രാത് കോ ദാവത് കെ ലിയെ ആനെ വാലെ ഹെ. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 8-10 പേരാണ് ഇന്ന് വീട്ടിലേക്ക് വരുന്നത്. श्यामनाद और उनकी पत्नी सारी तैयारियां करने की दौड़ में लगे हुए हैं. सब तैयारियां हो ही रही थी, तब श्यामनाद को अचानक कुछ याद आया. माँ का क्या होगा. അങ്ങനെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്യാംനാഥിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമ്മേനെ എന്ത് ചെയ്യുന്നുള്ളത്. उन्होंने श्रीमती से पूछा. उसने कहा माँ को पिछवाड़े की सहेली के घर भेज देते हैं. അപ്പോൾ ശ്യാംനാഥിന്റെ വൈഫ് പറഞ്ഞു, നമ്മളുടെ വീടിന്റെ ബാക്കിൽ അമ്മയുടെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്, അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാലോ എന്ന് ചോദിക്കുകയാണ്. मगर श्यामनाद को उस औरत का उनके घर में आना जाना बिल्कुल पसंद नहीं था, इसलिए उसने माँ को वहाँ भेजने से मना कर दिया. പക്ഷേ ശ്യാംനാഥിന് ആ ഒരു സ്ത്രീ ഇവരുടെ വീട്ടിൽ വരും പോകുന്നും ചെയ്യണത് ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മേനെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനും ശ്യാംനാഥിന് താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടണ്ടെന്ന് പറഞ്ഞു. फिर दोनों पति पत्नी सोचने लगे कि माँ का करे तो करे क्या. फिर श्यामनाद के मन में उपाय आया कि माँ को जल्दी खाना खाकर सो जाने के लिए कह देंगे. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട്, ഹസ്ബൻഡും വൈഫും കൂടി ആലോചിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശ്യാംനാഥിന് ഒരു ഐഡിയ കിട്ടി. എന്താണ്, അമ്മയുടെ അടുത്ത് നേരത്തെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറയാമെന്ന്. कुछ देर बाद उन्हें याद आया कि माँ तो सोते वक्त जोर से खर्राटे लेती है, तो अगर वह जल्दी सो गई तो भी मेहमानों के सामने इनकी नाक कट सकती है. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഓർമ്മ വന്നത്, അമ്മ നേരത്തെ കിടന്നുറങ്ങിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം അമ്മ നേരത്തെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലിക്കുന്ന സ്വഭാവമുണ്ട്. ഖറാട്ടയിലേനാന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കുക എന്നാണ്. അപ്പം എന്ത് ചെയ്താലും ഈ ഗസ്റ്റിന്റെ മുന്നിൽ നാക്ക് കട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാണം കെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. कुछ और देर सोचने के बाद श्यामनाद माँ के कमरे में जाता है. माँ कमरे में बैठकर माला जप रही थी. അപ്പോൾ കുറച്ച് സമയം കൂടി ആലോചിച്ചിട്ട് ശ്യാംനാഥ് അമ്മയുടെ റൂമിലേക്ക് പോയി. അമ്മ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. माँ से वह कहता है कि आज जल्दी खाना खाकर गुसल खाने की ओर से कमरे में जाना. അപ്പോൾ ശ്യാംനാഥ് അമ്മയുടെ അടുത്ത് പറയാണെന്ന് നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ബാത്റൂമിന്റെ സൈഡിൽ കൂടെ റൂമിലേക്ക് പോയിക്കോളാൻ. मगर माँ को खाने का मन नहीं था क्योंकि आज घर में मांस बना है. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തോന്നുന്നില്ല, കാരണം ഇന്ന് വീട്ടിൽ നോൺ വെജ് ഉണ്ടാക്കിയിട്ടുണ്ട്. फिर श्यामनाद को याद आया कि वह उपाय भी शायद काम नहीं करेगा, तो उसने एक कुर्सी बैठक में डाल दिया. माँ को सफेद सलवार कमीज पहनने को कह दिया. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശ്യാംനാഥിന് തോന്നി ഈ ഒരു കാര്യം നടക്കാൻ പോണില്ല എന്നുള്ളത്. കാരണം ഇന്ന് വരുന്ന ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ ആ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അമ്മേനെ കാണും. അപ്പോൾ പിന്നെ അതിൽ കൂടെ പോകാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശ്യാംനാഥ് പറയാണ് അമ്മയുടെ അടുത്ത് ഡ്രസ്സ് മാറിയിട്ട് വരാൻ വേണ്ടിയിട്ട്, വൈറ്റ് ചുരിദാർ ഇട്ടിട്ട് വരാൻ വേണ്ടി പറയാണ്. എന്നിട്ട് സിറ്റ് ഔട്ടിൽ ഒരു ചെയർ ഇട്ടു കൊടുത്തു. जब वह सलवार पहन के आई तो उसने कहा कि चूड़ियां पहन ले. അപ്പോൾ അമ്മ ഈ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ ശ്യാംനാഥ് പറയാണ്, ഇനി എന്തെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ചൂടിയ എന്ന് പറഞ്ഞാൽ ബാംഗിൾസ് ആണ്, വള ഉണ്ടെങ്കിൽ അതെടുത്ത് ഇടാൻ വേണ്ടിയിട്ട്. മാ ने कहा सारे गहने सेवर तो तुम्हारे पढ़ाई में बिक गई बेटा, अब मेरे पास कुछ बची ही नहीं. അപ്പോൾ ഇത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ എല്ലാ ഓർണമെന്റ്സും നിന്റെ പഠിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വിറ്റു, അപ്പൊ ഇനി എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല എന്ന് പറയാണ്. इस पर श्यामनाद गुस्सा हो गया. फिर उसने माँ को उस कुर्सी पर बिठा दिया और कहा यही बैठी रहना और जब मेहमान आ जाएं तो गुमसुम मत रहना.
അപ്പോൾ ശ്യാംനാഥിന് ഇത് ഇഷ്ടപ്പെട്ടില്ല അമ്മ പറഞ്ഞത്. എന്നാലും ശ്യാംനാഥ് എന്ത് ചെയ്തു വെച്ചാൽ ഒരു ചെയർ അവിടെ വലിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ അമ്മയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഗസ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാല് ഗുംസും മത്രഹനാന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ട് ഇരിക്കരുതെന്ന്. ശ്യാംനാഥ് ഉദ്ദേശിക്കണ്ടേ അമ്മ ഇവിടെ ഇരിക്കുക, പക്ഷെ ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മിണ്ടാതിരിക്കരുത് എന്നാണ് പറയുന്നത്. श्यामनाद एक ऐसा इंसान है जिसे अपने परिवार के हर व्यक्ति के जीवन के निर्णय लेने में दिलचस्पी है. ശ്യാംനാഥിന്റെ ഒരു നേച്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരുടെ ജീവിതത്തിലെ എല്ലാ ഡിസിഷനും ശ്യാംനാഥാണ് എടുക്കുന്നത്. വൈഫ് എന്ത് സാരി ഉടുക്കണമെന്നോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ എന്ത് കഴിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ ശ്യാംനാഥാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടില് ശ്യാംനാഥിന്റെ ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്കൊന്നും അവിടെ വലിയ പ്രസക്തി ഇല്ല. ഘർ മേ സബ്കാ ഖാന പീന എന്നുണ്ട് കേട്ടോ ഇവിടെ. ഖാന പീന പെഹന്ന ഓഡന സബ് ഉസി കെ ഇച്ഛാ കെ അനുസാർ ഹോത്താ ഹെ. ഇവിടെ പീനാന്നും ഓഡനാന്നും ആക്കണം കേട്ടോ. അപ്പോൾ വീട്ടിലുള്ളവർ എന്താണ് ധരിക്കുന്നത് എന്താണ് കഴിക്കുന്നത് എല്ലാതും ശ്യാംനാഥിന്റെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. 7:30 बजने पर सारे मेहमान आ गए. दावत का सबने खूब मजा लिया. शराब भी दावत के साथ अफसरों ने पी ली थी. അപ്പോൾ ഒരു 7:30 ആയപ്പോൾ ഗസ്റ്റ് ഒക്കെ വന്നു. അങ്ങനെ അവര് ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഷറാബും ഉണ്ട്, ആൽക്കഹോളും ഉണ്ട്. बहुत रात होने के बाद जब मेहमान बैठक के पास आए तो माँ वैसी ही वहाँ बैठी थी जैसे ശ്യാംനാഥ് ने उन्हें बिठाया था. അങ്ങനെ ഇവരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് സിറ്റ് ഔട്ടിന്റെ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് അമ്മ അവിടെ ഇരിക്കുന്നത് കണ്ടത്. ശ്യാംനാഥ് എങ്ങനെയാണോ അമ്മേനെ അവിടെ ഇരുത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. फर्क सिर्फ इतना था कि माँ सो रही थी और जोर से खराटे भी ले रही थी. പക്ഷെ ആകെ ഒരു വ്യത്യാസം, അമ്മ ഉറങ്ങുമായിരുന്നു, ഉറങ്ങിങ്ങനെ വീഴാണ് ചെയറിൽ നിന്ന്. അതുപോലെ തന്നെ കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു. ശ്യാംനാഥിനെ മാ को जगाकर सबसे मिलाया. माँ इतने लोगों को देखकर सहम गई थी. അപ്പോൾ ശ്യാംനാഥ് അമ്മേനെ ജഗാക്കർ എഴുന്നേൽപ്പിച്ചിട്ട് എല്ലാവരുടെ അടുത്തും പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഇത്രയധികം ആൾക്കാരെ കണ്ടപ്പോൾ അമ്മ ഒന്ന് സൈലന്റ് ആയി. അമ്മ പെട്ടെന്ന് ഇവരെ കാണുന്നു പ്രതീക്ഷിച്ചില്ലല്ലോ. ചീഫ് ഉൻസെ ഖാരിയത്ത് കെ ബാരെ മേ പൂച്ച് രഹേ थे. ഉൻകി എന്നാക്കണം കേട്ടോ ഇത്. ചീഫ് ഉൻകി ഖാരിയത്ത് കെ ബാരെ മേ പൂച്ച് രഹേ थे എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സുഖാണോ, ആർ യു ഡൂയിങ് ഫൈൻ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ചീഫ്. ചീഫ് കോ വ ബഹുത് പസന്തായി. അപ്പോൾ ഈ ചീഫിനാണെങ്കിൽ അമ്മേനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. मेहमानों ने उनसे एक गाना भी गवा लिया था. അപ്പോൾ അവിടെ വന്ന ഗസ്റ്റ് ഒക്കെ നിർബന്ധിച്ച് അമ്മേനെ കൊണ്ടൊരു പാട്ടും പാടിപ്പിച്ചു. जाते जाते चीफ कह रहे थे कि उन्हें पंजाब के घरों में बनी दस्तकारी देखनी है. അപ്പം പോകുന്ന സമയത്ത് ചീഫ് പറയായിരുന്നു പഞ്ചാബിലത്തെ വീടുകളിൽ ഉണ്ടാക്കുന്ന ദസ്കാരി എന്ന് വെച്ച് കഴിഞ്ഞാല് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും കാണണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന്. തബ് ശ്യാംനാഥ് ने अपने माँ द्वारा बनाया गया एक फुलकारी दिखाया और चीफ से वादा किया कि वह एक नई फुलकारी बनाकर उनको दे देगा. ആ സമയത്താണ് ശ്യാംനാഥ് അമ്മ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫുൽക്കാരി കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പ്രോമിസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഫുൽക്കാരി അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ഫുൽക്കാരി എന്ന് വെച്ചാൽ ഫ്ലവർ എംബ്രോയിഡറി, ക്ലോത്ത്സിലൊക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ എംബ്രോയിഡറിനാണ് പറയുന്നത്. മെഹമാൻ സബ് खुश होकर चले गए तो माँ अपने आंसू छुपाकर कमरे में चली गई. അപ്പോൾ ഗസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ അമ്മയാണെങ്കിൽ കണ്ണീര് അടക്കി പിടിച്ചിട്ട് റൂമിലേക്ക് പോയി. कुछ देर बाद जब श्यामनाथ आया तो माँ कहने लगी कि उन्हें हरिद्वार भेज दे. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ശ്യാംനാഥ് ഈ റൂമിലേക്ക് വന്നപ്പോൾ അമ്മ ശ്യാംനാഥിന്റെ അടുത്ത് പറയായിരുന്നു എന്നെ ഹരിദ്വാറിലേക്ക് പറഞ്ഞു വിട്ടോളൂ എന്ന്. മാँ खुद को शर्मिंदा महसूस कर रही थी. അമ്മയ്ക്ക് സ്വയം നാണക്കേട് തോന്നുമായിരുന്നു. ഷർമിന്ദ, ഇതിപ്പോ ഷമിന്ദാന്നേ ആയിട്ടുള്ളൂ കേട്ടോ. അവിടെ ഷർമിന്ദ എന്നുള്ള ആ ഒരു സിമ്പല് കൊടുക്കണം. മഗർ ഇസ് ബാത് പർ ഭി ശ്യാംനാഥ് ഗുസ്സ കർണേ ലഗ. പക്ഷെ ഈ ഒരു കാര്യത്തിലും ശ്യാംനാഥ് ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങി. ഉസ്നെ പൂച്ചാ തും ചലി ജാओगी तो ഫുൽക്കാരി കോൻ ബനാക്കർ ദേഗ. ശ്യാംനാഥ് ചോദിക്കുകയാണ് അമ്മ ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് എനിക്ക് ഈ ഫുൽക്കാരി ഉണ്ടാക്കി തരിക എന്ന്. മാ ने कहा अब आंखें कमजोर हो गई है, फुलकारी बनाना मुश्किल होगा. അപ്പൊ അമ്മ പറയാണ് എന്റെ
കാഴ്ചശക്തിയൊക്കെ മങ്ങിയിരിക്കണു. അപ്പോൾ എനിക്ക് ഈ ഫുൽക്കാരി ഇപ്പോൾ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കുന്നു. ശ്യാംനാഥ് कहता है कि अगर तुम वह बना दोगी तो चीफ खुश होकर मुझे तरक्की देंगे. यह सुनने पर माँ झट से फुलकारी बनाने के लिए तैयार हो जाती है. അപ്പോൾ ശ്യാംനാഥ് പറയാണ്, അമ്മ അത് ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാനത് ചീഫിന് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചീഫ് എന്നിൽ ഇംപ്രസ്ഡ് ആയിട്ട് എനിക്ക് തരക്കി, എനിക്ക് പ്രൊമോഷൻ തരുമെന്ന്. അപ്പോൾ മകന് പ്രൊമോഷൻ കിട്ടുന്നുള്ള കാര്യം കേട്ടപ്പോൾ അമ്മ പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ഇത്രയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, ഇതിന്റെ സമ്മറി. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു സാരാംശം കൊടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ചീഫ് की दावत शीर्षक कहानी में भीष्म साहनी ने श्यामनाद के माध्यम से बताया है कि वर्तमान युग में लोग कितने स्वार्थी हो गए हैं. അപ്പോൾ ഈ ചീഫ് की दावत എന്ന് പറയുന്ന ഈ ഒരു കഥയില് ഭീഷ്മ സാഹ്നി പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്യാംനാഥ് എന്ന ക്യാരക്ടർ വഴി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴത്തെ വർത്തമാൻ യുഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രസന്റ് ആയിട്ടുള്ള കാലഘട്ടത്തിലെ ആളുകൾ എത്രത്തോളം സ്വാർത്ഥരാണെന്നാണ്. वे अपने स्वार्थ के लिए पराये लोगों की चापलूसी में सब कुछ करने को तैयार रहते हैं, जबकि अपने खून के रिश्तों को वे उचित सम्मान नहीं दे पाते. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾ മറ്റുള്ളവരെ ചാപ്ലൂസി കരണമെന്ന് വെച്ചാൽ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. പക്ഷെ अपने खून के रिश्तों को वे उचित सम्मान नहीं दे पाते. സ്വന്തം ബ്ലഡ് റിലേഷനിലുള്ള ആളുകൾക്ക് യോഗ്യമായിട്ടുള്ള ഒരു റെസ്പെക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല. माँ बाप अपने बच्चों को खुश रखने के लिए जीवन भर प्रयासरत रहते हैं, परंतु बच्चे उन्हें कभी एक खुशी नहीं दे पाते. അപ്പോൾ പാരന്റ്സ് ആണെങ്കിൽ ഈ കുട്ടികളെ ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ജീവൻ ഭർ, ജീവിതകാലം മുഴുവനും പ്രയത്നിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കുട്ടികൾക്ക് അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, തിരിച്ച് പാരന്റ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടി പറ്റുന്നില്ല. उन्हें कदम कदम पर अपमानित करना, अपने स्वार्थ के लिए उपयोग करना ही बच्चे अपना धर्म मानते हैं. അപ്പോൾ അവരെ എല്ലാ സ്റ്റെപ്പിലും അപമാനിക്കുക, ഇൻസൾട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവരെ ഉപയോഗിക്കുക, ഇതാണ് ഈ ജനറേഷനിലെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. प्रस्तुत कहानी में श्यामनाद अपनी बूढ़ी माँ को चीफ की दावत के दिन घर से दूर, मेहमानों से दूर रखना चाहते हैं. उन्हें तरह तरह के निर्देश देते हैं. वहीं फुलकारी बनाने में अक्षम माँ श्यामनाद की तरक्की की बात सुनकर फुलकारी बनाने को तैयार हो जाते हैं. ഈ ചീഫ് की दावत എന്ന് പറയുന്ന ഈ ഒരു കഥയില് ശ്യാംനാഥ് തന്റെ ഈ ബൂഡിയായിട്ടുള്ള, ഈ വയസ്സായിട്ടുള്ള അമ്മേനെ വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്തു. പിന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തു, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ ഫുൽക്കാരി ഉണ്ടാക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ ശ്യാംനാഥ് അമ്മേനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ മകന്റെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫുൽക്കാരി ഉണ്ടാക്കി കൊടുക്കുന്നത് വഴി പറ്റുമെന്ന് മനസ്സിലായപ്പോൾ അമ്മ അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.